കൊടൈക്കനാലിലേക്കൊരു യാത്ര. പോയിട്ടിപ്പോൾ 1 മാസമായി. പക്ഷെ വീഡിയോ ഇടാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന, അതായത് റിലയൻസ് ട്രെൻഡ്സിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കേട്ടോ പോകുന്നത്. അങ്ങനെ അവർ കറുകച്ചാലിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ വഴിക്ക് പൊൻകുന്നത്തു നിന്നാണ് കയറിയത്. വഴിയിലിറങ്ങി പാട്ടുപാടിയും ഡാൻസ് കളിച്ചും അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. വണ്ടിയിൽ അടിപൊളി ഡാൻസായിരുന്നു. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷെ ചില ഗ്യാങ്ങിൻ്റെ കൂടെ നമ്മുടെ എത്ര നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും നമുക്കൊരു മടി വരുമല്ലോ. അത് ഇവരുടെ കൂടെ ഇല്ല. അത്ര കമ്പനിയാണ്. കൂടുതലും ബോയ്സ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് ഈ ട്രിപ്പ്. പലർക്കും വരാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ കുറേ പേര് ഒരേ മനസ്സുമായിട്ട് പോയ യാത്രയാണിത്. വണ്ടിയിൽ ഫുള്ളും പാട്ടിട്ട് അങ്ങ് വരെ ഡാൻസായിരുന്നു. പിന്നെ ഏതോ സമയത്താണ് എല്ലാവരും കിടന്നുറങ്ങിയത്. രാത്രി ഒരുപാട് വൈകിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇതിനു മുമ്പും ട്രെൻഡ്സിൽ നിന്ന് മൂന്നാറും വണ്ടർലയൊക്കെ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് മിസ് ചെയ്ത യാത്രകളായിരുന്നു അത്. എല്ലാവരും പോയിട്ട് വന്നിട്ട് കൊതിപ്പിച്ചു. മാത്രമല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്നാർ പോകാനായിട്ട്. ഒന്നും നടന്നില്ല. ഞങ്ങൾ പ്ലാൻ ഇട്ടപ്പം ഒത്തിരിയും പേര് ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കുറേ പേര് മൂന്നാർ ഫാൻസ് മൂന്നാറെ കെട്ടിപ്പിടിച്ച് നിന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉള്ള അനന്തുച്ചനാണ് കൊടൈക്കനാൽ ആദ്യമായിട്ട് പറഞ്ഞത്. പോളിട്ടപ്പം കൊടൈക്കനാലിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൂന്നാറിനും അതിരപ്പള്ളിക്കൊക്കെ ആയിരുന്നു ഫാൻസ് കൂടുതൽ. ലാസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാലിൽ എന്ന് പറഞ്ഞ് ഒറ്റ ട്രിപ്പ് അങ്ങ് പോയി. അങ്ങനെ പോയി ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. അവിടുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അയ്യോ, അവിടെ ഇറങ്ങിയപ്പോൾ തണുപ്പെന്ന് വെച്ചാൽ അമ്മാതിരി തണുപ്പ്. തണുത്ത കാറ്റും. ഞങ്ങളൊക്കെ വിറക്കാൻ തുടങ്ങി. അതുപോലെ കാറ്റായിരുന്നു. കുട്ടിക്കാനത്ത് ഇറങ്ങിയിട്ടൊരു കാപ്പി കുടിക്കുന്നതൊരു പ്രത്യേക വൈബാണ്. ഹോട്ട് വാട്ടർ കാണിച്ചേ. ഞാനെടുത്ത ഒരു വീഡിയോ പോലും യൂട്യൂബ് വന്നിട്ട് എടുക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജനലിക്കൂടെയുള്ള വ്യൂ ആട്ടോ അവിടുത്തെ. ഇനി ഞങ്ങൾ തിരിച്ച് ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുക ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തോട്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്ക്. വണ്ടിയിൽ അടിപൊളി പാട്ടൊക്കെ പാടി കേട്ടോ ഞങ്ങൾ പോയത്. എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. 2 അമ്മമാരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ, പ്രായത്തിന് മൂത്തവർ. അവരും ഞങ്ങളുടെ കൂടെ കൂടിയെന്നുള്ളതാണ്. ഇത് യൂക്കാലിപ്സ് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു കാടാണ്.
ഈ കാട്ടിക്കൂടി കേട്ടോ നമ്മൾ പോയത്. നല്ല മണമാണ്. നമ്മൾ ഈ വിൻഡോസ് തുറന്നിടുമ്പോഴത്തേനും ഭയങ്കര നല്ല സ്മെല്ലാണ് ഈ കാട്ടിൽ നിന്നുള്ള യൂക്കാലിപ്സ് മരങ്ങളുടെയൊക്കെ. നമ്മുടെ നേരെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. അവിടെ നടക്കും അങ്ങോട്ട്. അവിടെ നിറച്ചും കുരങ്ങന്മാരാട്ടോ. കുറച്ചൊക്കെ ശല്യമാണ്. ഇതുപോലെ കുരങ്ങന്മാർ ഒരിടത്തും കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കളിയാക്കിയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതാണ് ഈ കുരങ്ങന്മാരെ കണ്ടപ്പം അവിടെ കേട്ടത്. നിനക്കിതിന് വീഡിയോ കോൾ വിളിച്ചാൽ മനസ്സിലായില്ല? സമാധാനത്തോടെ തന്നെ അടി ഇവിടെ. ഓ, ഇവിടെ സൈലന്റ് മറ്റേ സൈലന്റ് പാലം കുരങ്ങല്ലോ, സിംഹപാലം കുരങ്ങ്. അയ്യോ, ആടി മുറിഞ്ഞു പോയതായിരിക്കും പാവം. ഇവിടെ അതിന് മാലില്ല. ആദ്യം കയറുന്ന 20 പേർക്കേ കയറാവുള്ളൂ. വണ്ടിയുടെ പേര് പ്ലാവിട. എല്ലാരും സൂസൈഡ് പോയിന്റ് എന്നെന്തോ പറഞ്ഞാണ് വന്നത്. പക്ഷെ നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു. അതാണ് എല്ലാവർക്കും ഒരു പുച്ഛം, ഇതാണോ സൂസൈഡ് പോയിന്റ് എന്ന്. പക്ഷെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കോടയൊക്കെ മൂടി നല്ല രസമായിരുന്നു. ഒരു കപ്പിൾ ഫോട്ടോഷൂട്ട് അപാരത കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ അനുജനും ശ്രീകുട്ടിയും കൂടെ അവർ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാണാൻ. പിന്നെ ഒരു നമ്മുടെ ബാഹുബലിയിലെ കൂട്ടൊരു കാളയുടെ ഒരു പ്രതിമയും പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യത്തെ സ്ഥലമാണ്, അതുകൊണ്ട് നമ്മളിവിടുന്ന് വാങ്ങണ്ട. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാട്ടോ. നമ്മുടെ വാഗമണ്ണിലൊക്കെ കാണുന്ന പോലെ തന്നെ, പക്ഷെ അതിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള പൈൻ ഫോറസ്റ്റ്. ഇത് പൈനല്ല, ഇവിടെ മാറ കേന്ദ്രം കേട്ടോ. ഒന്നും പറയാനില്ല. ഇങ്ങോട്ടൊന്ന് നോക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. നോക്കും കൊണ്ടുപോകും. ആ ഗുഡ് ബോയ്. ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. റീലൊക്കെ പോലെയൊക്കെ എടുത്തു. അടിപൊളി പൈൻ ഫോറസ്റ്റാണ്. നല്ലൊരു വൈബ്, നല്ലൊരു കാലാവസ്ഥയാണ് അവിടെ. പിന്നെ ഈ കുരങ്ങന്മാരും അവന്മാരുടെ കാര്യം പറയാതിരിക്കാനേ പറ്റത്തില്ല.
ഇതുണ്ടോ? എന്തേ വാ. ഇതാണിപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്ന നമ്മുടെ മാഞ്ഞുമ്പൽ ബോയ്സിലെ ഗുണ കേവ്. ഇവിടെ നിന്നും വീഡിയോസൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് പക്ഷേ അങ്ങോട്ട് പോയത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബ്ലസ്റ്റായിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സൂസൈഡ് പോയിൻ്റ് പോലൊക്കെ ഉണ്ടെന്ന്. പക്ഷേ മുകളിലോട്ടും വിടത്തില്ല, താഴോട്ടും വിടത്തില്ല. അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഗുണ കേവ് എന്തിയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എങ്ങനെയാണ് ഈ പേര് വന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോയത്. നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ചെറിയ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിലൊക്കെ ഇരുന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു പോയി. ഞങ്ങളവിടെ ചെന്നൊരു ഗുണ കേവ് ചെറിയ ഗ്രില്ലിട്ട പോർഷൻസൊക്കെ കാണുന്നു. ഞങ്ങൾ പിന്നെ ഇതാണോ ഗുണ കേവ്, ഇതാണെന്ന് കുറച്ച് പേര് പറയുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോഴാണ് താഴോട്ടൊരു ആരെ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ടാണ് ഗുണ കേവ് എന്ന്. 1 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടത്. ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ടേ നടന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്ലസ്റ്റാണ് ഫ്രണ്ടിൽ പോകുന്നത്. അടിപൊളിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ അത്ര അവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും അവിടെ ഇല്ല. ഇതാണ് ഗുണ കേവിലോട്ട് തിരിയുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആ കൂടെ കൂവലും ഒക്കെ ഉണ്ടായിരുന്നു പലയിടത്തുനിന്ന് വന്ന ആൾക്കാരുടെയൊക്കെ. ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചൊരു കുട്ടിയുടെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ ബാഗ് ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ചിട്ട് പോയി. അതിലൊരുപാട് പൈസ ഉണ്ടായിരുന്നു. കുറച്ചേ താഴോട്ട് വന്നുള്ളൂ. ആ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അതിൻ്റെ പൈസ അത്രയും പോയില്ലേ, തിരിച്ചു പോകേണ്ടതൊക്കെയല്ലേ എന്ന് പറഞ്ഞു. ആ ബാഗ് ഇങ്ങനെ മുകളിൽ കിടക്കുമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ നമ്മുടെ ആ വേരിൻ്റെ ഇടയിലേക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കുക. ഇത് ഞങ്ങളുടെ കൂടെ വന്ന അമ്മമാരാണ് കേട്ടോ. അവരുടെ ബാഗ് വലിച്ചു പറിക്കാൻ നോക്കുന്നൊരു കുരങ്ങനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വ്യൂ പോയിൻ്റൊക്കെ. ഇത് നമ്മുടെ വാച്ച് ടവറൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയെന്ന് കാണാനൊക്കെ പറ്റും. എല്ലാം തകർന്നൊക്കെ ഇരിക്കുക കേട്ടോ. വലിയ സേഫ്റ്റിയിലൊന്നും അല്ല. ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ഒരാളിങ്ങനെ പിടിച്ചപ്പോൾ തന്നെ അതിങ്ങനെ താഴോട്ട് വീഴാൻ പോകുന്നവരെയായിരുന്നു. ഒത്തിരി കപ്പാസിറ്റിയൊന്നും അതിൻ്റെ അകത്ത് കയറാൻ ഒത്തിരി ആൾക്കാർക്കൊന്നും അതിൽ കയറാൻ പറ്റില്ല. അതുപോലത്തെ ഒരു വാച്ച് ടവർ കേട്ടോ. ഞാനൊക്കെ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി. ഇതും അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രില്ല് പോലെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ, ഗേറ്റ് പോലെയൊക്കെ. അതുകൊണ്ട് ഒത്തിരി ഒന്നും കാണാനൊന്നും എന്താ പറയുക അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല എന്നാണ് അറിഞ്ഞത്. നാളെ കഥ പറഞ്ഞല്ലോ ഈ ഗുണ ഇതാണ് ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാവുന്ന ഒരു കാഴ്ച. നല്ല രസമാണ്, നല്ല വൈബൊക്കെയാണ്. പക്ഷേ അത്ര സേഫ്റ്റി ഒന്നും ഇല്ലാത്തൊരിതാണ് കേട്ടോ. ഇതവിടെ കണ്ടൊരു ഗുഹ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഗ്രില്ലിട്ടേക്കുക. ഞാൻ എൻ്റെ മുകളിൽ കൂടെ കയറാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ കയറണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇത് പിന്നെ ഇതിലെയാണ് മറ്റേ ഗുഹയിലോട്ട് പോകണമെന്നാണ് കേട്ടോ അറിഞ്ഞത്. എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോളമൊക്കെ മേടിച്ചു, കഴിച്ചു. പിന്നെ ചോളം ഉണ്ടാക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ കടല ഇത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. മാങ്ങ അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അതുമായിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നും കുരങ്ങൻ തട്ടി. അത് വേറെ കാര്യം. ഇത് പിന്നെ ഞങ്ങൾ പോവാണ്, തിരിച്ച് വേറെ എങ്ങോട്ടോ പോവാണ്.
എത്താമാറേ. അയ്യോ ഇത് നോക്കിക്കേടി. ഇവിടെ എത്തിയ പിന്നെ ഇവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ ആ കുറച്ചൊരു നടക്കാനുണ്ട്. അവിടെ ചെല്ലും വരെ അവിടെ ഒരു വ്യൂ പോയിൻ്റാണ്, സൂസൈഡ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നു. അവിടെ ചെല്ലും വരെ ഫുൾ രണ്ട് സൈഡിലും കടകളാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങാം കേട്ടോ. ഞങ്ങളപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് മുകളിലോട്ട്. ഇവിടെ നല്ല കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട്, കുക്കീസ്. കാപ്പിക്കുരു വീട്ടിരിപ്പുണ്ട് പൊടി. റോസ് വാട്ടറുണ്ട്. പിയർ ഇതാ ഇവിടുത്തെ സ്പെഷ്യല്. അന്നാ ചെയ്തതാണ് സൂസൈഡ് പോയിന്റ്. കുടി കുടിച്ചു നോക്ക്. ആർക്കും വേണ്ടേ? കയ്പാണോ? ഞങ്ങളവിടുന്ന് സ്പൈറൽ പൊട്ടറ്റോയും ഈ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ചു കേട്ടോ. വലിയ ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ, അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ നിന്നു. എല്ലാവരും ഭയങ്കര ഷൂട്ട് ചെയ്യലായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യമൊന്നും പൊട്ടിയൊന്നുമില്ല. അത് കഴിഞ്ഞാണ് അണ്ണൻ ഞങ്ങൾക്ക് ട്രിക്കൊക്കെ പറഞ്ഞു തന്നു കേട്ടോ, ഇങ്ങനെയാണ് വെടി വെക്കേണ്ടതെന്നൊക്കെ. ഈ പൂച്ചകൾക്കൊന്നും ഒരു പേടിയില്ലെന്നാട്ടോ. ഈ പൂച്ച പ്രഗ്നൻ്റ് ആണെന്നാണ് അണ്ണൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിലെ പൂച്ചകളൊക്കെ ആണെങ്കിൽ കണ്ടും വഴി ഓടിയാണ് ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് അതുങ്ങൾ ഒരു മൈൻഡും ഇല്ലാതെ അവിടെ ഇരിക്കുകയായിരുന്നു. എനിക്ക് തോക്കുപടി അവർക്ക് ഇറങ്ങാനാന്ന് തോന്നുന്നു. ഇതൊക്കെ പേടിയില്ല. തലേ സരിക്കരുത്. അപ്പോൾ പിന്നെ ഈ വെട്ട് എത്തുമ്പോൾ നടക്കുന്നത് അതേപോലെ അത് മാത്രം തലേ സരിക്ക് തലേ സരിക്ക് സാറേ. ഇപ്പോൾ ഈ വെട്ട് തുമ്പ് മാറ്റി ആ തുമ്പ് വെള്ളം നടക്കുന്നത് സാർ. അണ്ണൻ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞ് നിന്നപ്പോഴത്തേനുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ വെടിവെച്ചപ്പം കറക്റ്റായിട്ട് കൊണ്ടു കേട്ടോ. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു ഹോട്ടലാണ്. മലയാളി ഫുഡ്, നമ്മുടെ മലയാളികൾക്ക് പറ്റിയ ഫുഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ ഓക്കെയാണ്. തമിഴ് ഫുഡ്സും കേരള ഫുഡ്സും ഒരുപോലെ ഉണ്ട്. ഞങ്ങൾ ഈ ബിരിയാണി, പിന്നെന്താ ദം ബിരിയാണി, പിന്നെ ചോറ്,
അതൊക്കെ കേട്ടോ വാങ്ങിയത്. ഇതതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു വാട്ടർഫോളാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. തിരിച്ച് നമ്മൾ ആ ഫ്രഷപ്പൊക്കെ ആയ സ്ഥലത്തെത്തി. അതായത് നമ്മുടെ ആ ലേക്കിൻ്റെ സൈഡിൽ അവിടെ ആയിരുന്നു ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്സൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങളാരും ബോട്ടിങ്ങിനൊന്നും കയറിയൊന്നുമില്ല. അതിനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നുമല്ല. ഞങ്ങൾ വെറുതെ അതിലിങ്ങനെ നടക്കുമായിരുന്നു. അവിടുന്ന് ട്രിക്ക് കിട്ടിയതിൻ്റെ ആ ഒരു ഇതിൽ പോകുന്ന വഴിക്കെല്ലാം ബലൂൺ പൊട്ടിച്ച് പോകാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ ഞങ്ങൾ പൊട്ടിക്കണം എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളങ്ങ് നടന്നു കേട്ടോ. ഈ സൈഡിൽ ഇതൊക്കെ കണ്ട് ഇതാ നമ്മുടെ തടാകത്തിൻ്റെ സൈഡാണ്, ലേക്കിൻ്റെ സൈഡ് കേട്ടോ. ഞങ്ങളിതിലിങ്ങനെ നടന്ന് കോമഡി ഇതൊന്നുമല്ല. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ചെന്നിട്ട് ഒരെണ്ണൻ്റെ അടുത്ത് കയറി ഇതുപോലെ വെടിവെക്കാൻ നിന്നു. ഞങ്ങൾ അടപടലും 3G ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ആ അണ്ണൻ തന്നത് ഗ്രീൻ പീസും മറ്റേ അണ്ണൻ തന്നത് നമ്മുടെ ചെറുപയറുമായിരുന്നു. അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ പുള്ളി എന്തോ ട്രിക്ക് ചെയ്ത് ഞങ്ങളുടെ പൈസ മൊത്തം പോയി. 1-2 അടിച്ചു. മറ്റേ അണ്ണൻ പറഞ്ഞ പോലെ അല്ല കേട്ടോ. മറ്റേത് നമുക്കൊരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇവിടെ പക്ഷേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമായിരുന്നു കേട്ടോ. ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും പോയി. ഞങ്ങളിതിലിങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ബണ്ണ് കിട്ടുമെന്ന് ഞങ്ങളുടെ കൂടെ വരാത്തൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു കേട്ടോ. ആ ബണ്ണും തപ്പിയൊക്കെ പോയതാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് 1-2 പേർക്ക് കിട്ടി. ഞങ്ങൾ പോയപ്പോഴത്തേനും ആ സാധനം തീർന്നു. പിന്നെ ഞങ്ങൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ വെറുതെ ഇങ്ങനെ കുറേ ദൂരം നടന്നു. ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് തിരിച്ചും പോന്നു, കുറച്ച് പേര് ലേക്കിന് വലം വെച്ച് നടന്നു. ഇത് ലേക്കിൻ്റെ സൈഡിലുള്ളൊരു പാർക്കാണ്, കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് കയറിയ എല്ലാ സ്ഥലത്തും 10 രൂപ, 20 രൂപ, 30 രൂപ വെച്ചൊക്കെ കൊടുക്കണം കേട്ടോ ഒരാൾക്ക്. ഞങ്ങളതല്ലാതെ വണ്ടിയുടെ പൈസ മാത്രം എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പോയത് കേട്ടോ. ഫുഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് പോയത്. അങ്ങനത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരാൾക്കൊരു എന്താ പറയുക, ഒരു 1800-2000 രൂപയൊക്കെ ആയുള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഞങ്ങളത് മുകളിൽ നിന്ന് കണ്ടപ്പോൾ അത്ര രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയില്ല. ഇവിടെ തിരക്കാവണല്ലോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറേ നേരം കറങ്ങിയൊക്കെ നടന്നിട്ട് തിരിച്ച് പുറപ്പെട്ടു. പോയ വഴിക്കാണ് ഫുഡൊക്കെ രാത്രിയിൽ കഴിച്ചത്. ഇതാണ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് എടുത്ത റീൽ കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫുൾ വീഡിയോ ആയതുകൊണ്ടേ കുറച്ചേറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ക്ഷമിക്കണം.